അക്കൗണ്ടിലുള്ള പണം മുഴുവൻ വാനിഷ് ആവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു ലിങ്കുകളിലും നിങ്ങൾ പ്രസ് ചെയ്യരുത്. And that is we are discussing that one. So എനിക്ക് ഓഡിയൻസിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഒരാളുടെ സഹായം, മുതിർന്ന ഒരാളുടെ സഹായം. ആൻഡ് സെക്കൻഡ് വൺ, ഒരു 500 രൂപ നോട്ട്. ഒരു 500 രൂപയായിട്ട് ഒരാൾ പെട്ടെന്ന് വരാം. ഏതൊക്കെ ബാങ്കിൽ ആരെങ്കിലും മതി. മുതിർന്ന ആരെങ്കിലും മക്കളെ കുട്ടികളല്ല. ഞാനതിനെ ഈ മാപ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ലജിസാറിനോട് റിസർവ് ബാങ്കിന് കുറച്ച് എൻവലപ്സ് വേണമോ, ഒരു ബണ്ടിൽ എൻവലപ്പാണ് എനിക്ക് കൊടുത്തയച്ചത്. താങ്ക് യു സോ മച്ച് ലജിസാർ. എവിടെയുണ്ട്? താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ബണ്ടിൽ മുഴുവൻ ഉപയോഗിക്കാൻ വിചാരിച്ചു. കാരണം റിസർവ് ബാങ്കിന്റെ കീഴിൽ നിരവധി ബാങ്കുകളുണ്ട്. എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ കീഴിലാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 12ഓളം നാഷണലൈസ്ഡ് ബാങ്കുകളും 21ഓളം പ്രൈവറ്റ് ബാങ്കുകളും ഫോറിൻ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും തുടങ്ങി എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ അണ്ടറിലാണുള്ളത്. പണം കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും. അപ്പോ ഈ ബാങ്കുകളെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. മാഡം ഏത് ബാങ്കിലാണ്? റിസർവ് ബാങ്കിലാണ്. ഓക്കെ. അപ്പൊ അതിന്റെ അതോറിറ്റി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ വാട്ട് ഐ ആം ആസ്കിംഗ് യു, യുവർ 500 രൂപ നോട്ട്. So you can tell the number of that 500 rupee note. Mike വേണമെങ്കിൽ തരാം. Is it right? Yeah, okay. And what's your name? Okay. So give me that 500 rupee note. ഞാൻ ഒരു ബാങ്കിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ആൻഡ് ഇറ്റ്സ് ഇൻസൈഡ്. മാഡം ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഈ എൻവലപ്പിന്റെ ടോപ്പിലായിട്ട് മാഡം സിഗ്നേച്ചർ ഇടാം. Thank you very much. And I'm taking it out. And just tap to you. ഇപ്പോ റിസർവ് ബാങ്കിന്റെ ഈ സൈറ്റ് ഉള്ളിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന സമ്മൺ റീജിയണൽ ഡയറക്ടർ യു ക്യാൻ സൈൻ വിത്ത് അതർ സൈഡ്. So my dear friends, 500 രൂപ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റിസർവ് ബാങ്കിലല്ല, ഏതൊരു ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മാഡം തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്, ആൻഡ് സാർ സൈൻ ചെയ്തിട്ടുണ്ട്. So what I'm going to do here, just I'm rolling like this, and the number, not the number അവിടെ ഉണ്ട്. So I'm doing like this. നമ്മൾ ബാങ്കിനകത്ത് നിക്ഷേപിക്കുന്ന പണം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിക്ഷേപിക്കുന്ന പോലെയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ തന്നെയാണ്. സോ ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാം. പക്ഷേ ഒരു കാരണവശാലും പണം വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല, ബാങ്കിലാണ് സൂക്ഷിക്കേണ്ടത്. ബാങ്കിൽ വളരെ സേഫ് ആണ്. സോ ഇറ്റ്സ് വെരി ട്രാൻസ്പെറന്റ്. ഇനി വേണം ഇത് തുറക്കാം, ആ പെട്ട് തുറക്കാം. And you can open that. ഇതിനകത്ത് ഞാൻ ടച്ച് ചെയ്തില്ല. There is a mobile phone. Take it out. കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം. And this is empty. You can see this is empty. Yep. ഇതിന്റെ ഫോണായിട്ട് ആ ഫോൺ വയ്ക്കാം. ആ ഫോണിനകത്ത് മാഡത്തിന് ലിങ്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് ഒരു 10 ലക്ഷം രൂപ മാഡത്തിന് ഓഫർ വന്നിരിക്കുന്ന ലിങ്കാണ്. മാഡത്തിനോട് പറഞ്ഞിരിക്കുന്നത് ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ you will get that 10 lakh rupees. ഇതാണ് ഓഫർ. സോ മാഡത്തിന്റെ പൈസ ഇവിടെ ബാങ്കിലുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്.
and that is the offer. So what I'm asking you, when I come 1, 2, 3, you can be ready, and when 3 എന്ന് പറയുമ്പോൾ you can just proceed. That's all. Are you ready for that? So watch. 1, 2, and 3. Proceed. എത്രമാത്രം ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും that happens, and നമ്മുടെ എല്ലാ സുരക്ഷിതത്വവും അവിടെ അപ്രത്യക്ഷമാണ്. And sir, once again can you come over here? Your signature is there, and the currency number is there. Madam's signature അവിടെയുണ്ട്, and you can open that. ആ stapler എടുക്കാം, sir. The 500 rupees note, nothing inside. It's gone. Transparent